الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നമ്മൾ ഒരുമിച്ചതുപോലെ സ്വർഗത്തിലും അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അല്ലാഹു വിട്ടുകൊടുത്തു മാപ്പാക്കി തരട്ടെ. നമ്മോട് വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ നാം എപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്തിലെ 19-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിൻ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. മുഅ്മിനായ മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവനും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവനുമാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. സാഹചര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉപദേശം സ്വീകരിച്ച് അവന്റെ സമകാലിക പശ്ചാത്തലങ്ങളിൽ നിന്ന് ഈമാനിക ഊർജം സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവന്റെ സമകാലിക സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ കഴിവും മനുഷ്യന്റെ ബലഹീനതയും ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കണം. ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്രമേൽ വലിയ ശാസ്ത്രീയ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും എല്ലാ പ്രൗഢിയും പ്രതാപങ്ങളും ഒക്കെ മനുഷ്യനിക്ക് സ്വന്തമാണെന്ന് അവകാശപ്പെടുമ്പോഴും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ കുദറത്തും അള്ളാഹുവിൻ്റെ പ്രതാപവും ഇസ്സത്തും ഇന്ന് മനുഷ്യൻ മറന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 4 ഇടങ്ങളിലായി പറയുന്നുണ്ട്, ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. തീർച്ചയായും എല്ലാ പ്രതാപങ്ങളും അള്ളാഹുവിനക്ക് മാത്രമുള്ളതാണ് എന്ന്. എല്ലാ ഇസ്സത്തും എല്ലാ അഭിമാനവും അള്ളാഹുവിന് മാത്രം നിക്ഷിപ്തമാണ്. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. ലോകത്ത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും എല്ലാ നേട്ടങ്ങളുടെയും പുരോഗതികളുടെയും അഭിവൃദ്ധികളുടെയും ഒക്കെ അതിൻ്റെയൊക്കെയും അവകാശവും അർഹതയും അള്ളാഹുവിനക്ക് മാത്രമാണ്. സൂറത്ത് യൂനുസിൽ പറഞ്ഞു, ഇതേപോലെ സൂറത്ത് നിസായിൽ പറഞ്ഞു, ഇതേപോലെ സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ സൂറത്ത് മുനാഫിഖൂനിൽ പറഞ്ഞു. അനവധി സൂറത്തുകളിലൂടെ അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നൊരു വലിയ പോയിന്റാണ് അഭിമാനവും പ്രൗഢിയും. നിങ്ങൾ എന്തിൻ്റെ പേരിൽ നിങ്ങൾ അഭിമാനിക്കുകയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിനക്ക് മാത്രമുള്ളതാണ്. വഅലമു അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. എല്ലാ ശക്തിയും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് മറ്റൊരായത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിൽ പറയുന്നു, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ. ആകാശങ്ങളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? സ്വാഫാത്തിൻ വയഖ്ബിൽന. ആ പറവകളുടെ ചിറകുകൾ അത് വിടർത്തിയിട്ടും അത് പൂട്ടിയിട്ടും അത് വീഴാതെ ആകാശത്ത് താങ്ങി നിർത്തുന്നവൻ അള്ളാഹുവാണ്. ആ ബാലൻസിങ് അള്ളാഹു നൽകുന്ന വലിയ കുദറത്താണ്. നിങ്ങൾ എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല? അള്ളാഹു തആല പറയാം, എന്തുകൊണ്ട് നിങ്ങളത് ആലോചിക്കുന്നില്ല? ഒരു പക്ഷി ആ പക്ഷിയുടെ 2 ചിറകുകൾ നിവർത്തി ആ 2 ചിറകുകൾ വിടർത്തും അത് പറന്നുകൊണ്ടിരിക്കുന്നു വീഴാതെ. ഇനി ആ 2 ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇളക്കാതെയും അനക്കാതെയും
എന്നാലും അതിനെ താങ്ങി നിർത്തുന്നവൻ അല്ലാഹുവാൻ. അത് നിലത്തേക്ക് വീഴുന്നില്ലല്ലോ. അവലം മറവ് സൃഷ്ടികൾ ചിന്തിക്കുന്നില്ലയോ, നോക്കുന്നില്ലയോ ഇടത്തൊരു പക്ഷി പറവകളിലേക്ക്. സ്വാഫാത്തിൻ വയഖബിൽന, അതിന്റെ ചിറകുകൾ പൂട്ടുമ്പോഴും പൂട്ടാതിരിക്കുമ്പോഴും. മായുംസിഖൂന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാൻ മാത്രമാണ് അതിനെ താങ്ങി നിർത്തുന്നത്. കാരുണ്യവാനായ അല്ലാഹുവാണ് അതിനെ താങ്ങി നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. നമ്മുടെ രാജ്യം ഈ അടുത്ത സമയത്ത് കണ്ട ഏറ്റവും വലിയൊരു വിമാന ദുരന്തത്തിന്റെ വാർത്തകളാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. 300ഓളം ആളുകൾ മരണപ്പെട്ടു, ദയനീയമായി മരണപ്പെട്ടു. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും ആഗ്രഹങ്ങളുമായി വിമാനം കയറുമ്പോൾ ബോർഡിംഗ് പാസൊക്കെ കിട്ടിയിട്ട് സീറ്റിൽ നിന്ന് സെൽഫി എടുത്ത് കുടുംബക്കാരിലേക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴും അരമണിക്കൂറിന് ശേഷം ഞാൻ കത്തിക്കരിഞ്ഞ ചാരമായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കുന്നില്ല. നൈപുണ്യമുള്ള, കഴിവുള്ള, മികവുറ്റ, ഒരുപാട് മണിക്കൂറുകളോളം വിമാനം പറത്തിയ, പരിശീലനം കിട്ടിയ 2 പൈലറ്റുമാർ, 12ഓളം വരുന്ന മികവുറ്റ ജീവനക്കാർ, 2 എഞ്ചിനുകൾ, മാത്രമല്ല ബോയിങ് ഡ്രീംലൈൻ എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ദീർഘനേരം പറക്കാൻ കഴിവുള്ള ഒരു ഫ്ലൈറ്റ്, ഒരു വിമാനം. ലണ്ടനിലേക്കുള്ള യാത്രയാണ്. അത്രയും നേരം ദീർഘമായി പറക്കാനുള്ള ഇന്ധനം നിറക്കപ്പെട്ട, എല്ലാവിധ പരിശോധനകളും കഴിഞ്ഞ് ഒരു ചെറിയ തകരാറ് പോലും ശ്രദ്ധയിൽപ്പെടാതെ ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം അത് തീഗോളമായി, ചാരമായി, വെണ്ണീരായി മാറുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ സ്വപ്നങ്ങളുമായി വിമാനത്തിൽ കയറുമ്പോഴും ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഒരിക്കലും മനസ്സിലേക്ക് വരുന്ന പോലുള്ള ഒരു മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും ചാരമായി മാറിയിട്ടുണ്ടാകുമെന്ന്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങളും വിശ്വാസികൾക്ക് പാഠമാകണം. ഒരു വിമാനത്തിൽ എന്നല്ല, ഒരു വാഹനത്തിൽ കയറുമ്പോൾ വിശ്വാസി ചൊല്ലേണ്ട ദിക്റുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അവന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്ന്. നമ്മളെപ്പോഴും ചിന്തിക്കണം. ഒരു ബൈക്കിൽ, ഒരു സ്കൂട്ടറിൽ, ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മൾ കരുതും നമ്മുടെ യോഗ്യത കൊണ്ടാണ് അപകടത്തിലൊന്നും പെടാതെ രക്ഷപ്പെട്ടത് എന്ന്. ഒരിക്കലുമല്ല. ഒരു സൈക്കിളൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ ആ ടയറിന്റെ ഒരു ചെറുവിരലിന്റെ വലിപ്പത്തിലുള്ള, അത്ര പോലും വീതിയില്ലാത്ത ടയർ നമ്മളൊരു കിൻഡൽ ഭാരമുള്ള നമ്മളെ വഹിച്ചുകൊണ്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല ആ സൈക്കിളിനെ താങ്ങി നിർത്തുന്നത്. ബാലൻസിങ് എന്ന് പറയും. അത് അള്ളാഹുവിന്റെ കരുണയാണ്. അതുവല്ല വളവിലോ ഒടിവിലോ ഒക്കെ ആകുമ്പോൾ അതിന്റെ പിന്നെയും ഒരു ഇഞ്ച്, ഒരു അംശം മാത്രമേ പിന്നെ ഭൂമിയിൽ തട്ടുന്നുള്ളൂ. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. നല്ല കൊടും വളവിലൊക്കെ ബൈക്ക് ഇങ്ങനെ വളക്കുമ്പോൾ ആ ടയറിന്റെ ഒരു അല്പം മാത്രമേ ആ നിരത്ത് തട്ടുന്നുള്ളൂ. എന്നിട്ടും വീഴാതെ പതറാതെ അത്രയും ഭാരമുള്ള 2-3 ആളെയും താങ്ങി നിർത്തുന്നത് എന്താണ്? അള്ളാഹുവിൻ ബാലൻസിങ് ആണ്, അള്ളാഹുവിന്റെ ബാലൻസാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കപ്പലുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ കേരളം വലിയ 2 കപ്പൽ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നു. കപ്പൽ ദുരന്തം, നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്, പക്ഷെ ദുരന്തത്തിന് നമ്മൾ സാക്ഷികളാകേണ്ടി വന്നു. പരിശുദ്ധമായ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹർ. കടലിൽ, സമുദ്രങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. ലായാത്തിൽ ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്, അതല്ലാത്ത പൊട്ടന്മാർക്കൊന്നുമില്ലാണ്. ലായാത്തിൽ ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം തന്നെ സഞ്ചരിക്കുക എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പട്ടണം തന്നെ സഞ്ചരിക്കുക എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം നങ്കൂരമിട്ട MSC ഐറിന എന്ന് പറയും 400 മീറ്ററോളം നീളമുണ്ട്, ഏകദേശം 10-60ഓളം വീതിയുള്ള 4 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള കപ്പലാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം നങ്കൂരമിട്ടത്. 4 ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും? അത് നിറയും കണ്ടെയ്നറുകൾ. അത്രയും ഒരു ഗ്രാമം തന്നെ, ഒരു നാട് തന്നെ സഞ്ചരിക്കുക. ടൈറ്റാനിക് എന്ന ഒരു വലിയ കപ്പൽ മുങ്ങിയ വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കന്നി യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് തകർന്നു തരിപ്പണമായി. ടൈറ്റാനിക് എന്നൊരു സിനിമയാക്കി ജെയിംസ് കാമറൂൺ സംവിധാനിക്കുകയും ജാക്ക് റോസിന്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കഥകളായി ചെറുപ്പക്കാരിൽ പ്രചരിച്ചു. അതായത് ഒരിക്കലും തകരില്ല, തകർക്കപ്പെടുകയില്ല, ഏതു മഞ്ഞുമലകളെയും പകഞ്ഞു മാറ്റാനുള്ള എല്ലാവിധ ശാസ്ത്രീയ സംവിധാനങ്ങളും ഈ കപ്പലിനുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ടൈറ്റാനിക് യാത്ര തുടങ്ങുന്നത്. ആദ്യത്തെ കന്നി യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ തകർന്ന് ആളുകൾ മരണപ്പെട്ടു വീഴുമ്പോൾ 3500ഓളം ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും, ഫുട്ബോൾ ഗ്രൗണ്ടുകളും ടെന്നീസ് കോർട്ടുകളും സ്വിമ്മിംഗ് പൂളുകളും എല്ലാം ഉണ്ട്.
പക്ഷേ ടൈറ്റാനിക്കിന് ഒരിക്കലും തന്നെ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇതുപോലെ എത്രയെത്ര വിമാന ദുരന്തങ്ങൾ. അല്പം വർഷങ്ങൾക്ക് മുമ്പാണ് കരിപ്പൂർ 21 ആളുകൾ മരണപ്പെട്ട വിമാന ദുരന്തം ഉണ്ടായത്. തൊട്ടപ്പുറത്ത് കുറച്ചു മുമ്പ് ബജ്പേ എയർപോർട്ടിൽ മംഗലാപുരത്ത് 158 ആള്, 48 ആള് മലയാളികളായിരുന്നു. എനിക്ക് പരിചയമുള്ള ഇബ്രാഹിം ഖലീൽ എന്ന കാസർകോട്ടുകാരനുണ്ടായിരുന്നു. 186 ആളുകൾ മരണപ്പെട്ട വിമാന ദുരന്തം. ഇങ്ങനെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും വാഹനത്തിൽ കയറുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ ആദ്യം പറയേണ്ടതെന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ, വമാ കുന്നാ ലഹു മുഖ്രിൻ. നമുക്ക് ഓർക്കുന്നുണ്ടോ നമ്മളതൊക്കെ? ഇതൊക്കെ സുന്നത്തായ ദിക്ർ. ആരെങ്കിലും ചൊല്ലുണ്ടോ? ആരെങ്കിലും മനസ്സൊക്കെ ഇത് ഇറങ്ങുന്നുണ്ടോ? വമാ കുന്നാ ലഹു മുഖ്രിൻ. ഖുർആന്റെ ആയത്താണിത്. ഒട്ടകപ്പുറത്ത് കയറുകയാണെങ്കിലും കുതിരപ്പുറത്ത് കയറുകയാണെങ്കിലും ബൈക്കുമ്മ കയറുകയാണെങ്കിലും ബസ് കയറുകയാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഒക്കെ ചൊല്ലൽ സുന്നത്തായ ദിക്റാണ്. നമ്മളല്ല ഇതിനെ കീഴ്പ്പെടുത്തിയത്, നമുക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല. വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നമ്മളല്ല ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നത്, കീഴ്പ്പെടുത്തിയത്. ഇതെല്ലാം അള്ളാഹുവിന്റെ കുദറത്തിനാണ് എന്ന്. ഇത് ദിക്റാണ്. ഈ നാവ് കൊണ്ട് ചൊല്ലാനുള്ളതല്ല, ഹൃദയത്തിൽ കൊത്തിവെക്കാനുള്ളതാണ്. നിരന്തരം അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് പോലും ഒരു വിമാനം അപ്രത്യക്ഷമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എത്ര വലിയ സംവിധാനങ്ങളുണ്ട്. മലേഷ്യയുടെ അപ്രത്യക്ഷമായ വിമാനം എവിടെയെന്ന് കണ്ടെത്താൻ ഇന്ന് അമേരിക്കയും റഷ്യയും ജപ്പാനും ചൈനയും ഇംഗ്ലണ്ടും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും പരിശ്രമിച്ചിട്ട് പോലും എത്തും പിടിയും കിട്ടിയിട്ടില്ല. എന്നാലോ 15 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള ബഹിരാകാശത്ത് നമ്മളൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 40,000 കോടി $1,000 കോടി ചെലവഴിച്ചുകൊണ്ട് ജെയിംസ് വെബ് എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ ബഹിരാകാശത്ത്. അമേരിക്കയുടെ നാസ സ്ഥാപിച്ച ടെലസ്കോപ്പാണ്. എന്തിന്? പ്രപഞ്ചത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ. ചിത്രം അയച്ചു. 460 കോടികൾ മുമ്പുള്ള 460 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്ര കൂട്ടങ്ങളുടെ ഫോട്ടോ ഈ ജെയിംസ് വെബ് അയക്കുകയുണ്ടായി. 30 വർഷത്തെ കഠിനാധ്വാനം, 30 വർഷത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു ചെറിയ ക്യാമറക്ക് വന്നത് എത്രയാ? 40,000 കോടി. അത്രയും കോടി $1,000 കോടി ചെലവഴിച്ചുകൊണ്ട് 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ സ്ഥാപിച്ച ജെയിംസ് വെബ് എന്ന ഒരു ക്യാമറയുണ്ട്. ഞാൻ പറയുന്നത് അപ്പോഴും മനുഷ്യൻ എല്ലാം ഒപ്പിയെടുക്കാൻ സാധിക്കുമെന്ന് അഹങ്കരിക്കുമ്പോഴും പല ചിത്രങ്ങളും രാജ്യത്തിന് അയച്ചു തരുമ്പോൾ 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിനുള്ളത്. അത് പ്രപഞ്ചത്തിന്റെ ഫോട്ടോഗ്രാഫറാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക, ആ നഷ്ടപ്പെട്ടു പോയ കാണാതായ വിമാനം എവിടെ? ചോദ്യത്തിന് ഉത്തരമില്ല. മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഖുലിഖൽ ഇൻസാനു ലഈഫ വഅന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ വഅന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. പലയിടങ്ങളിലായി പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികൾ ചിന്തിക്കണം. വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും ഇന്ന് 3500 ഒരു മണിക്കൂർ 3500 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ നമ്മുടെ രാജ്യങ്ങളുണ്ട്, നമ്മുടെ നാടിലുണ്ട്. ഇന്ന് 460 ചൈനയിലെ ഷിൻഹായിലൊക്കെ 460 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ മെട്രോ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഇവിടും തിരുവനന്തപുരത്തെത്താൻ കേവലം 1 മണിക്കൂർ മതി എന്നർത്ഥം. ഇന്ന് മനുഷ്യന്റെ പുരോഗതിയാണ്. ഷാങ്ഹായിൽ ഇഷ്ടംപോലെ യാത്ര ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാകും. 460 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. വിമാനം 3500 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര സംവിധാനങ്ങൾ. 11 നിലകളിലായുള്ള വലിയ ഭീമൻ കൊട്ടാരമായിരുന്നില്ല ടൈറ്റാനിക്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെ മനുഷ്യൻ ശാസ്ത്ര സാങ്കേതികമായി എത്ര പുരോഗതി പ്രാപിച്ചാലും പ്രിയപ്പെട്ട അവസാനം ഇന്നലെ അപകടത്തിൽപ്പെട്ട 1:30 അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പൈലറ്റ് അന്ന് അവിടെ വിളിച്ചു പറഞ്ഞ എയർക്രാഫ്റ്റ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മെയ്ഡേ എന്ന് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ഒന്നുമില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ATCയിലേക്ക് വിളിച്ചു പറയുമ്പോൾ ആ അവസാനത്തെ ഏറ്റവും വലിയ വാക്കാണ് മെയ്ഡേ എന്ന് പറയും. കൊല്ലം കഴിഞ്ഞു. ഇതല്ലേ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയുന്നത്? ഇതല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത്? ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദുആ എടുക്കുന്നത് എന്തിനാണ്? ദുആ സുന്നത്തായത് എന്തിനാണ്? ഒരർത്ഥം കൂടി ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. നമ്മൾ ദുആ ചെയ്യുന്നത് പടച്ചോൻ തരാൻ വേണ്ടിയിട്ടല്ല. ദ്വാർന്നിട്ടാണോ ഈ തന്നതൊക്കെ? നമ്മൾ ദ്വാർന്നിട്ടാണോ? ഇപ്പൊ നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ദ്വാർന്നിട്ടാണോ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഈ കേൾവി ശക്തി പടച്ചോൻ തന്നുകൊണ്ടിരിക്കുന്നത്? പടച്ചോനെ കേൾവി എടുത്തു കളയരുത് നിങ്ങൾ ദ്വാർന്നിട്ടുണ്ടോ? പടച്ചോനെ എന്റെ സംസാര ശേഷി എടുത്തു കളയരുത് ഞാൻ ദ്വാർന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്കൊക്കെ ശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. നമ്മളാരും അത് ചോദിച്ചിട്ടല്ലേ, ചോദിക്കാതെ തരാൻ. പടച്ചോനോട് ചോദിച്ചില്ലെങ്കിലും തരും. ദ്വാരക്കാത്തോൾക്കും പടച്ചോൻ കൊടുക്കും. ഓൻ റഹ്മാനാൻ. പിന്നെന്തിനാ ദ്വാരക്കണത്? അത് നമ്മൾ ഇടക്കിടക്ക് നമ്മളെ കഴിവില്ലായ്മ നമ്മളെ ബോധ്യപ്പെടുത്താനാണ്, അള്ളാനെ ബോധ്യപ്പെടുത്താനല്ല. നമുക്ക് തോന്നണം, അസുഖം വന്ന് ക്യാൻസർ വന്ന് എല്ലാ പ്രതീക്ഷകളും മങ്ങുമ്പോ, എല്ലാ ഡോക്ടർമാരും കഴിവില്ല ഞങ്ങൾ കൈയൊഴിയുമ്പോ, പിന്നെ കൈ നീട്ടുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്ന് അവനാൻക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മയ്യത്തിന് തൽക്കീം ചൊല്ലിക്കൊടുക്കും.
ചില ആൾക്കാർ കളിയാക്കും, ഓൻ തെൽക്കും ചൊല്ലി കൊടുക്കുകയാണ്. മയ്യത്തിനെ കബർക്ക് വെച്ചിട്ട് മുൻകർ നക്കീർ ചോദിക്കുമ്പോൾ കോപ്പി അടിക്കാൻ വേണ്ടി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. മല്ലാക്ക് ഇരുന്നിട്ട് ചൊല്ലിക്കൊടുക്കണത് മയ്യത്തിനക്കല്ല ചൊല്ലിക്കൊടുക്കണത്. ആ ചൊല്ലിക്കൊടുക്കുമ്പോ സമീപത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. എന്താ തെൽക്കിന്റെ അർത്ഥം? അന്ന സുആല ഹഖ്, ചോദ്യം സത്യമാണ്. വൽ ഖബർ ഹഖ്, ഖബർ ഹഖാൻ. വൽ മുൻകർ വൻ നക്കീർ ഹഖ്, മുൻകർ നക്കീർ ഹഖ്. ഇത് ഓന് ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓൻ കേട്ടുകൊണ്ടിരിക്കല്ലേ, മയ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ മുൻകർ നക്കീറിനെ കാണുകയും ചോദ്യം ചെയ്യൽ അഭിമുഖീകരിക്കുകയും ചെയ്ത മയ്യത്തിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ കൂടിയ കുറെ മയ്യത്തുകളുണ്ട്, ഹൃദയം ചത്തവർ, അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ ബോധം മനുഷ്യനുണ്ടാവുള്ളൂ. അവിടെ അതൊക്കെ തള്ളിക്കളയുകയും പരിഹസിക്കുകയും അല്ല ചെയ്യേണ്ടത്. ഇമാമിയങ്ങളും സുഹാബത്തും കൊണ്ടു നടന്ന വലിയ വലിയ നല്ല നല്ല വലിയ പാഠങ്ങളുടെ സംഗതികൾ, അതല്ല എന്റെ വിഷയം. അപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവില്ലായ്മ റബ്ബിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ 73 വർഷത്തോളം ജീവിച്ച, 10-20 വർഷം ജീവിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനോട് അവസാനം പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷം എപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്ത നിമിഷം എപ്പോഴാണ്? അനീസ് എന്ന് പറയുന്ന ഏക മകനാണ് വൈക്കം മുഹമ്മദ് ബഷീറിനുണ്ടായിരുന്നത്. വൈക്കം ബഷീർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് ഒരു രാത്രിയായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഫിക്സിന്റെ അസുഖം, ഒന്ന് അപസ്മാരത്തിന്റെ അസുഖം. അവന് കരഞ്ഞാൽ പിന്നെ ശ്വാസം പോകും. എൻ്റെ മകൻ വീട്ടിൽ നിന്നൊരിക്കൽ രാത്രി കരഞ്ഞു, ശ്വാസം പോയി, പിന്നെ ശ്വാസം കിട്ടുന്നില്ല, പിന്നെ മിണ്ടണില്ല. ഞാൻ പേടിച്ചു, ഞാൻ മരിച്ചു എന്ന് കരുതി. കാരണം പിന്നെ മിണ്ടണില്ല. എൻ്റെ കൈക്കുഞ്ഞിനെയും ഞാൻ എടുത്ത്, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയും എടുത്ത് ഞാൻ ഓടി. അന്ന് ലൈറ്റുകളോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ബൾബൊന്നുമില്ലല്ലോ. അങ്ങ് ചെറിയ മങ്ങി വെളിച്ചത് ഞാൻ ഇറങ്ങി ഓടി ഹോസ്പിറ്റലിലേക്കോ വണ്ടി കിട്ടാൻ വേണ്ടി. ഇവിടുന്ന് വണ്ടി കിട്ടണില്ല, ഞാൻ ഇറങ്ങി ഓടുകയാണ്, എവിടേക്കെങ്കിലും എത്തട്ടെ എന്ന്. അങ്ങനെ എൻ്റെ കുഞ്ഞിനെയും, മിണ്ടാട്ടമില്ലാത്ത അനക്കമില്ലാത്ത ശ്വാസം കിട്ടാത്ത കുഞ്ഞിനെയുമായി ഞാൻ ഓടുമ്പോ ഏതോ ഒരു മരത്തിന്റെ ഒരു വള്ളിയിലോ ഏതൊരു മരത്തിന്റെ ഏതൊരു വേരിലോ കല്ലിലോ തട്ടി ഞാൻ വീഴാൻ പോയപ്പോ ഞാൻ പെടഞ്ഞപ്പോ എൻ്റെ കയ്യിൽ നിന്ന് കുട്ടി പെടഞ്ഞു. അപ്പൊ കുട്ടി കരഞ്ഞു. ആ നിമിഷം, ആ മൊമെന്റാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. 70 വർഷത്തോളം ജീവിച്ച വൈക്കം മുഹമ്മദ് ബഷീർ 70 വർഷത്തെ ഒരു സെക്കൻഡിലേക്ക് അദ്ദേഹം ചുരുക്കുകയാണ്. എൻ്റെ കുഞ്ഞ് ചിരിച്ച, എൻ്റെ കുഞ്ഞ് കരഞ്ഞ ആ നിമിഷത്തിലേക്ക് തന്നെ 70 വർഷത്തെ കൊണ്ടുവരാൻ. സത്യം പറഞ്ഞാൽ ഇതാണ് ജീവിതം. കാരണം വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഈ 100-300ഓളം ആളുകൾ കൊല്ലപ്പെടുമ്പോഴും രക്ഷപ്പെട്ട ഒരുത്തൻ നടന്നു നീങ്ങുന്ന വീഡിയോ നമ്മൾ കണ്ടു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണ് അനുഗ്രഹത്തിന്റെ വില അറിയുക. ബാത്റൂമിലൊന്ന് കയറി വിസർജനം നടത്തി പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടാതിരിക്കുമ്പോഴാണ് കറണ്ട് ഇല്ലാത്തതിനെയും കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിനെയും അതിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ഓരോ അപകടങ്ങളും മനുഷ്യന് ഉണർത്തലായിരിക്കണം. ഇതുപോലെയുള്ള അപകടങ്ങൾ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഏത് ശാസ്ത്രീയ സംവിധാനങ്ങൾക്കും ആരും രക്ഷപ്പെടുത്താൻ പറ്റൂല. നമ്മുടെ ചേളാരിയിൽ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. കരിപ്പൂർ എയർപോർട്ട് ഒന്നുമല്ല അവർ ആദ്യം വന്നത്. ചേളാരി തേഞ്ഞിപ്പരത്ത് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. ആലിക്കുട്ടിയാക്ക എന്ന് പറഞ്ഞ ആലിക്കുട്ടിയാക്ക 92 ഏക്കർ ബിർള മുതലാളിക്ക് കൊടുത്ത് അന്ന് മാവൂർ ഗ്രാസ് ഗോളിയോറൻസിലേക്ക് ആളുകൾക്കുള്ള സഞ്ചാരം യോഗ്യമാക്കാൻ വേണ്ടി ചേളാരി തേഞ്ഞിപ്പരത്ത് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. അന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് റോഡ് മുറിച്ചടക്കണം, ചങ്ങരട്ടിട്ട് വണ്ടി നിർത്തും. ഫ്ലൈറ്റ് വരാൻ നേരത്ത് ചങ്ങരക്കിട്ടിട്ട് ഈ ട്രെയിനിന് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഗേറ്റ് അടക്കുന്ന പോലെ ചങ്ങരക്കിട്ട് കാറും ബസ്സൊക്കെ നിർത്തല. അങ്ങനെ വർഷങ്ങളോളം ചേളാരി തേഞ്ഞിപ്പലത്ത് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദു എന്ന പത്രവുമായി 3250 ഹിന്ദു പത്രമായിട്ട് ആ ഫ്ലൈറ്റ് വന്നിട്ട് കോട്ട വിമാനം ഇറങ്ങും. വർഷങ്ങളോളം ഇറങ്ങി. 960-ലാണ് അപകടം പറ്റുന്നത്. ആ പത്രമായി വന്ന വിമാനം പാടത്തേക്കും തകർന്നു വീണു. പൈലറ്റുമാർ പടഞ്ഞു മരിച്ചു. അവരെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ അങ്ങോട്ട് പോയി അവിടെ പോയിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇന്നങ്ങനെ ചേളാരി എയർപോർട്ട് ഉണ്ടായത് പോലും അവർക്ക് അറിയൂല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അപകടങ്ങൾ എത്രയോ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഹജ്ജിന്റെ സമയമാണ്. ഇതുപോലെ 91-ലായെന്ന് തോന്നുന്നു ഹജ്ജ് കഴിഞ്ഞ് നൈജീരിയയിലെ ഹാജിമാർ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് പൊന്തി, കിങ് അബ്ദുൽ അസീസ് എയർപോർട്ടിൽ നിന്ന് പൊന്തി ടേക്ക് ഓഫ് ചെയ്തു. കേവലം 1 മിനിറ്റ് മാത്രം കഴിഞ്ഞപ്പോഴേക്ക് ആ വിമാനം തകർന്നു തരിപ്പണമായി മരണപ്പെട്ടു പോയി. 100-300ഓളം ഹാജിമാർ മരണപ്പെട്ടു പോയി. നമ്മുടെ ബോംബെയിൽ നിന്ന് 96-ലാണെന്ന് തോന്നുന്നു ദുബായിലേക്ക് വിമാനം പറന്നതാണ്. അങ്ങ് കടലിൽ തകർന്ന് തരിപ്പണമായി പൂർണ്ണമായി എല്ലാവരും മരണപ്പെട്ടു പോയി. സൗദി അറേബ്യയുടെ സൗദി എയർലൈൻസും കസാക്കിസ്ഥാൻ എയർലൈൻസും ഇന്ത്യയുടെ ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടി. നമ്മൾ ചിന്തിക്കുക, എങ്ങനെ കൂട്ടിമുട്ടുക? എത്രങ്ങാനും സ്ഥലങ്ങളുണ്ട്. പക്ഷേ മുക്രിൻ, മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്. രണ്ടും കൂട്ടിമുട്ടി 390 പേര് കൊല്ലപ്പെട്ടു. അത് 83 സൗദി പൗരന്മാരായിരുന്നു. ഇങ്ങനെ അഹമ്മദാബാദിൽ ഇന്നലെ ഒരു അപകടമുണ്ടായി. ഇന്നലെ മാത്രമല്ല 89-ൽ 169 ആൾ മരണപ്പെട്ട വിമാനാപകടം മുമ്പുണ്ടായിട്ടുണ്ട്. നിരന്തരം ഓരോ അപകടങ്ങളും മനുഷ്യനെ ഓർമ്മപ്പെടുത്തണം. നമ്മൾ വിമാനത്തിൽ ഫ്ലൈറ്റിൽ അങ്ങ് കയറിയാൽ എല്ലാം ഓക്കെയാണെന്ന് കരുതി ആദ്യം തന്നെ നമ്മൾ ഇയർഫോൺ വെക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ആ ദിക്റെങ്കിലും ഓർക്കണം. ഏത് സമയത്തും നമ്മൾ തന്നെ നടക്കുന്നത് നമ്മളെ കൊണ്ടല്ലോ. നമ്മൾ പറയും ബാലൻസ് തെറ്റിയിട്ടുണ്ട് മൂലാരെ, ഇത്രയൊക്കെ പറയല്ലോ. ഈ ബാലൻസ് എന്താ? നമ്മളെ കാൽപാദങ്ങളല്ല നമ്മളെ നിർത്തുന്നത്. നമ്മൾ പറയും ബാലൻസ് തെറ്റിയാൽ വീകാൻ പോകും. എന്താ? ഈ ചെവിന്റെ ഉള്ളിലുള്ള ചെറിയൊരു ദ്രാവകമാണ് അവന് ബാലൻസ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അള്ളാഹു മനുഷ്യനെ താങ്ങിത്തലോടി കൊണ്ടെടുക്കല്ലേ. അതാ മനുഷ്യൻ എപ്പോഴും ഓർക്കേണ്ടത്. അള്ളാഹു എത്ര മനോഹരമായി തബാറക സൂറത്തിൽ പറയുന്നു. അതിന് പരേരെ ബർക്കത്തുണ്ടാക്കാൻ ഓതുക നമ്മൾ പരിശുദ്ധമായ ഖുർആൻ, അല്ലെങ്കിൽ ഖബറിൽ രക്ഷ കിട്ടാൻ വേണ്ടി ഓതുക പരിശുദ്ധ ഖുർആൻ. അവൻ അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടാകണം എന്ന് കൂടി കരുതിയിട്ട് ഓതണം. പ്രിയപ്പെട്ട റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി മനസ്സിലാക്കണം. അള്ളാഹ് പറയാണ്, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അഫലാ യഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫലാ തതഫക്കറൂൻ, ചിന്തിക്കുന്നില്ലയോ? ഒരിക്കൽ നബി തങ്ങൾ പള്ളിയിലേക്ക് പാതിരാ സമയത്ത് പള്ളിയിൽ കയറി വന്നു. എന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. ഇങ്ങനെ കരയന്നെ. സ്വഹാബികൾ പള്ളിയിലേക്ക് ശേഷം കടന്നു വന്നു. അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണത്? അപ്പൊ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും പകലും രാത്രിയും മാറി മാറി വരുന്ന പ്രപഞ്ച സംവിധാനങ്ങളിലും അള്ളാഹുവിന്റെ പ്രാപഞ്ചിക വിസ്മയങ്ങളിലും ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. വൈലുൽ ലിമൻ ഖറാഹ, ചിന്തിക്കാതെ ഇത് ഓതുന്ന ആളുകൾക്ക് നാശം തന്നെ. മൂന്നോട്ടം പറഞ്ഞു, വൈലുൻ, നാശം തന്നെ. ലിമൻ ഖറാഹ, ചിന്തിക്കാതെ പാരായണം ചെയ്യുന്നവർക്ക് നാശം. അവരത് അറിയുന്നുണ്ടോ എന്താണ് ഇത് പറയുന്നത് എന്ന്? റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ പടച്ചതല്ല പടച്ചോനെ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന് ആയത്തോതിയിട്ട് നിബിധങ്ങൾ കരഞ്ഞു പറയുകയാണ്. വൈലുൽ ലിമൻ ഖറാഹ, ഇത് ഓതിയിട്ട് ചിന്തിക്കാത്തവർക്ക് നാശം. സമുദ്രങ്ങളിലെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളാണെങ്കിലും, ആകാശങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളാണെങ്കിലും, ഈ റെയിൽപാളങ്ങളിലൂടെ ചേരിപ്പായുന്ന ചിഹ്നം വിളിച്ച് പായുന്ന ട്രെയിനുകളാണെങ്കിലും, അള്ളാഹുവാണ് കീഴ്പ്പെടുത്തിയത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തിനൊക്കെ കീഴ്പ്പെടുത്തുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുകയാണ്. വമാ കുന്നാ ലഹു മുഖരിനീൻ. കണ്ടില്ലേ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു വാർത്ത, പൈലറ്റിന് ബോധക്ഷയം വന്നു. സാബിനായിട്ട് ബാത്റൂം വെക്കും പോയി, നിയന്ത്രണമില്ലാതെ മണിക്കൂറുകളോളം പോയി, അരമണിക്കൂറോളം പോയി. പിന്നെ ബോധം വന്നത് ആരാ? അപകടത്തിൽ പെടാതെ രക്ഷപ്പെടുത്തിയതാരാ? അള്ളാഹു. എപ്പോഴും അള്ളാഹു. ശാസ്ത്രത്തിന് ഇവിടെ മറുപടികളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ അപകടങ്ങൾ വരുമ്പോഴും നമുക്ക് സങ്കടം തന്നെയാണ്. പക്ഷെ ഓരോ അപകടങ്ങൾ വരുമ്പോഴും മനുഷ്യൻ എപ്പോഴും ചിന്തിക്കണം, ഹുലിക്കൽ ഇൻസാനു ദഈഫാ. പ്രകൃതിയുടെ ഇറാനിൽ ബോംബാക്രമണം നടത്തി നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയാണ്. മനുഷ്യൻ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല ഒന്നും ചെയ്യൂല. അതാ മീൻ പിടിക്കണ പോലെ. മീൻ ഇര കൊടുക്കും. ഈ ഇര കൊടുക്കുമ്പോൾ മീൻ തോന്നുന്നു ഇര കിട്ടിയല്ലോ, പിന്നെ വലിക്കലാണ്. അള്ളാഹു ഇസ്തിദ്റാജ് ചെയ്യും. ദുനിയാവിൽ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാവിധ സുഖങ്ങളും കൊടുത്തുകൊണ്ടായിരിക്കും. പരീക്ഷണം അവർക്ക് തോന്നൂല, ലാസ്റ്റ് വെച്ചായിരിക്കും. മനുഷ്യൻ അള്ളാഹു ശാസ്ത്ര പുരോഗതി കൊടുക്കുമ്പോഴും അതുകൊണ്ട് മനുഷ്യന്മാർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ ഉണ്ടായ അപകടം നമ്മുടെ കണ്ണ് തുറപ്പിക്കണം, നമ്മളെ ചിന്തിപ്പിക്കണം. നമ്മളെ അപ്പോഴും യാസീൻ ഓതുമല്ലോ, വായത്തുല്ലഹും, പരിശുദ്ധമായ ഖുർആനാണ്. യാസീൻ സൂറത്തിൽ അല്ലാഹു തആല പറയാൻ, വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. ഇന്ന് വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് അൽ കഹ്ഫ്. അതിലൊരു കപ്പലിന്റെ കാര്യം പറയുന്നുണ്ട്. ആയത്ത് പറയുന്നുണ്ടല്ലോ, മൂസാ നബിയും ഖിദ്ർ നബിയും കപ്പൽ യാത്ര നടത്തിയിട്ട് ആ കപ്പലിന്റെ ഒരു പലക പൊളിഞ്ഞതും ഇന്നത്തെ സൂറത്തിനുണ്ട്. യാസീൻ നമ്മളിങ്ങനെ ഓതും. എന്താണ് പറഞ്ഞത് ചിന്തിക്കേണ്ട. വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. എത്രേ കണ്ടെയ്നറുകൾ പോയി. എല്ലാ സൗകര്യങ്ങളുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് 2ാമത്തെ കപ്പൽ ദുരന്തമാണ്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും അവിടെയൊക്കെ ഒരു എൻഡുണ്ട്. വിശ്വാസിയുടെ മനസ്സെപ്പോഴും പോവേണ്ടത് അള്ളാഹു എന്ന ബോധത്തിലേക്കായിരിക്കണം. ഏത് സമയത്തും വിശ്വാസിക്ക് അവിടെ സംഭവിച്ചല്ല എങ്കിലും വിശ്വാസിക്ക് ഖൈറാൻ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കയ്യിലൊന്നുമില്ല, എല്ലാം അള്ളാഹുവിന്റെ കയ്യിൽ. എത്ര വട്ടം നമ്മൾ പറഞ്ഞത്? ബാങ്ക് കൊടുക്കാൻ സ്കരിക്കാൻ വരി. കല്യാണത്തിന് വിളിക്കാൻ എന്താ പറയാ? ഇപ്പൊ എന്താണ് കല്യാണത്തിന് ഉസ്താദുകളുടെ പല കല്യാണത്തിന് ഞാൻ പറഞ്ഞെന്താ, ഇൻഷാ അല്ലാഹ്
ആയിക്കോട്ടെ വരാം ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ ഒരു ഉസ്താദ് എൻ്റെ വീട് താമസം നിങ്ങൾ എന്തായാലും വരണം, ആയിക്കോട്ടെ ഞാൻ വരാം ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്നാ പറയണം. അതാണ് ഒരു ലോജിക്ക്. എന്നാ അള്ള വിളിച്ച നിസ്കരിക്കാൻ വരൂ വരൂ, വിജയിക്കാൻ വരൂ വരൂ, നമ്മൾ എന്താ പറയണ്ടേ? ഇൻഷാ അല്ലാ വരാ പടച്ചോനെ. പക്ഷെ നമ്മൾ പറഞ്ഞ അങ്ങനല്ല. ലാ ഹൗല വലാ ഖുവ, വരാനുള്ള കഴിവില്ല പടച്ചോനെ, നിന്നിലേക്ക് വരാനുള്ള കഴിവെന്റെ കയ്യിലില്ല. നീ എന്നെ വിളിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ വിളിച്ചിട്ടുണ്ട് പടച്ചോനെ, വിജയത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എനിക്ക് വരാൻ കഴിവില്ല പടച്ചോനെ. ഇജെന്നെ കണ്ട കഴിവ്, നന്മ ചെയ്യാനുള്ള കഴിവില്ല, തെറ്റുന്ന് വിട്ടുക്കാനുള്ള കഴിവില്ല, പള്ളിക്ക് വരാൻ എനിക്ക് കഴിവില്ല. നമ്മൾ നിന്ദനാവുകയാണ്. ഇപ്പൊ കല്യാണത്തിന് വെച്ചുമ്പോൾ നിന്റെ കല്യാണത്തിന് വരാൻ എനിക്ക് ബസ്സിന്റെ പൈസ ഉണ്ടാണെങ്കിൽ വണ്ടിന്റെ വാടക ഉണ്ടാന്ന് പറയാം. എത്ര അല്പത്തരാണ്. ഒരാൾ നമ്മളെ കല്യാണത്തിന് വെച്ച് ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ ക്ഷണിച്ചു, അങ്ങനെ ക്ഷണം കിട്ടി. ക്ഷണനല്ല കേട്ടോ, പല ആൾക്കാർ അങ്ങനെ ഒരു പദം പറയും, ക്ഷണനം. ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണവിവരം അറിയിക്കണേ ക്ഷണനം എന്ന് പറയാം. നിനക്ക് കല്യാണത്തിന് ക്ഷണനം ഉണ്ടോ ചോദിച്ചു. ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണവിവരം അറിയിക്കണേ. നമ്മള് മലയാളത്തിലുള്ള ചില പ്രയോഗങ്ങൾ തെറ്റാണ്. ചില ആൾക്കാർ പറഞ്ഞു നല്ല ആയാസം ഉണ്ട് പറയും. ആയാസം എന്ന് പറഞ്ഞാൽ ഇടങ്ങേറുന്നാ. പറയലെന്താ നല്ല സുഖമുണ്ട് എന്നതിന് പറഞ്ഞ പ്രയോഗം എന്താ? ഇപ്പൊ ഒരു ആയാസം ഉണ്ട്, ഇപ്പൊ ഒരു ആയാസം. ആയാസം എന്ന് പറഞ്ഞാൽ ഇടങ്ങേറ്, പ്രയാസം, ബുദ്ധിമുട്ടുന്നാ. ഈ എളുപ്പത്തിന് പറഞ്ഞ അനായാസം എന്നാ. പക്ഷെ നമ്മളെ മലയാളത്തിലുള്ള ഓരോ തെറ്റുകളാണ്. അതിന് പെട്ടെന്നാണ് എന്ത് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്ഷണനം എന്ന് പറഞ്ഞാൽ മരിച്ച വരേക്ക് വിളിക്കുന്നത് ക്ഷണനം എന്നറിയാം. നമ്മൾ പറഞ്ഞത് കല്യാണം ഉണ്ട്, എനിക്ക് ക്ഷണനം ഉണ്ടോ, ക്ഷണം എന്നാ ചോദിക്കേണ്ടത്. അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടത് കല്യാണത്തിന് നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ വരടാ, പക്ഷേ എൻ്റെ വരേക്ക് വരാനല്ല ബസ്സിൻ്റെ പൈസ അല്ലെങ്കിൽ വണ്ടിൻ്റെ പൈസ തരുമോ ചോദിക്കുന്നത് എത്ര മോശത്തരാ. ഈ മോശത്തര റബ്ബിനോട് പറഞ്ഞത്. പടച്ചോൻ ഇനി എന്നെ നിസ്കരിക്കാൻ വിളിച്ചു, ഹയ്യ അലൽ സ്വലാ, നിസ്കരിക്കാൻ തന്നെ ക്ഷണിച്ചു, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ വരാനുള്ള കഴിവ് നീ നൽകണം, ആ പള്ളിയിലേക്ക് നടന്ന് വരാനുള്ള ശേഷി നീ നൽകണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇപ്പൊ നമ്മളത് അറിയില്ല. അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യൻ ഒന്ന് വയറ്റുന്ന ഫുള്ളാണ്ട് പോയാൽ മതി. താങ്ങി നിർത്താൻ മറ്റൊരാളെ സഹായം നമുക്ക് വേണ്ടി വരും. എല്ലാ അഹങ്കാരങ്ങളും അസ്തമിച്ചു പോകുന്ന, അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ലാത്തവനാണ് മനുഷ്യൻ. സയൻസിനും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് റബ്ബിലേക്കുള്ള മടക്കം അതാണ് വിശ്വാസിക്ക്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.